Hey guys, welcome back to my YouTube channel after several months, years, whatever. Yeah. So this is a camping video. So ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ്. നമ്മളിവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ താമസിക്കുന്ന പ്ലേസിൽ നിന്ന് ഒരു 1.5 hours ദൂരെയാണ്. ഓൾമോസ്റ്റ് 2 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. You can see this is like a forest area. പക്ഷെങ്കിൽ ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ കുറേ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. ബട്ട് ആസ് യു ക്യാൻ സീ ഈ ഒരു ഏരിയയിൽ ഇലക്ട്രിസിറ്റി അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ഫോറസ്റ്റിന് നടുക്കുള്ള ഒരു ഏരിയ മാത്രമാണ്. സോ നമ്മളിവിടെ ടെൻറ്റും ഫുഡും കാര്യങ്ങളും എല്ലാം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യുക, ഒരു 1 night ഇവിടെ സ്റ്റേ ചെയ്യുക, നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ തിരിച്ചു പോകും. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ്. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് എ വീഡിയോ ഓഫ് ദാറ്റ്. If you guys like these kind of things, sit and enjoy. Yeah, so I'll be sharing my experience and some videos of all the facilities and what we will be doing here. Okay, enjoy. നമ്മുടെ ക്യാമ്പിലോട്ടുള്ള ചെക്ക് ഇൻ 2 മണിക്ക് ശേഷമായതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവർക്കും തലേദിവസം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി, അത്യാവശ്യം റെസ്റ്റ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, ഈ ടെൻറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ക്യാമ്പിംഗ് ബാക്കി എക്യുപ്മെൻറ്റ്സ്, ഗ്രില്ലിങ്ങിന് വേണ്ടി സാധനങ്ങൾ, പിന്നെ തലേദിവസം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി സ്പേസ് വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് ക്യാമ്പിങ്ങിന് പോയത്. ഒരു 11:30 ആയി നമ്മൾ അവിടുന്ന് എല്ലാം സെറ്റായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും. അപ്പം നമ്മൾ പോകുന്ന വഴി തന്നെ രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, പിന്നെ കുറച്ച് സാൻഡ്വിച്ചസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ട് കിട്ടുമോ നോക്കിയത്. നമുക്കൊരു ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ ഒരു സ്പോട്ട് കിട്ടി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. അവിടെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ജസ്റ്റ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടും കൈക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കും പോകായിരുന്നു. പക്ഷെ നമ്മൾ മെയിൻലി അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. നല്ല സ്പോട്ടായതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. കാരണം ക്യാമ്പിങ് എന്തായാലും 2 മണി കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം നമ്മളോട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം എല്ലാവരും ഒക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. നല്ലൊരു ഏരിയ ആയിരുന്നു അത്. ശരിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പിംഗ് സ്ഥലത്തോട്ട് തന്നെ പോയി. ക്യാമ്പിംഗ് സ്ഥലം നമുക്ക് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ഭയങ്കര ഒരു ഫോറസ്റ്റ് ഏരിയ ആണത്. അപ്പം നമ്മുടെ സൈറ്റ് ഏതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പല ഡീറൂട്ടിങ്ങും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ഒരു കുഞ്ഞ് റോഡിൽ കൂടെ നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകുന്നത് എനിക്കിഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഒരുപാട് ദൂരെയാണ് ഓരോ ക്യാമ്പിംഗ് സൈറ്റും ഉള്ളത്. പിന്നെ ആരൊക്കെയാണോ ആ ഒരു ഏരിയയിൽ ക്യാമ്പിംഗ് സൈറ്റ് ബുക്ക് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പബ്ലിക് ഒരു ബീച്ച് ആക്സസ് ഉണ്ട്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബീച്ചല്ല, ഒരു ചെറിയൊരു റിവർ സൈഡ് പോലെ. റിവർ സൈഡല്ല, ഒരു ബീച്ചെന്ന് പറയാനും പറ്റില്ല, പക്ഷേ ബീച്ചെന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലല്ല, പക്ഷേ ഇവിടുത്തെ ഒരു ബീച്ച് ഏരിയ ആണത്. അവിടെ ഇരിക്കാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ആദ്യം തന്നെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചില്ല. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ബീച്ച് വരാമെന്നാണ് തീരുമാനിച്ചത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ പുള്ളിക്കാരി, അവിടുത്തെ ഓണർ നമുക്ക് എല്ലാം സെറ്റാക്കി തന്നു. അവിടെ നേരത്തെ നിന്ന ആൾക്കാരെയൊക്കെ അവർ മാറ്റി തന്നു. നമ്മുടെ സ്പേസൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് തന്നു. അവിടുത്തെ ഗാർബേജും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി തന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 15 മാക്സിമം ഒരു 20 പേർക്കൊക്കെ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് ലേക്ക് വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു വാഷ്റൂം സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യം ക്യാമ്പിംഗ് നമ്മുടെ ടെൻറ്റ് സെറ്റ് ചെയ്യണമല്ലോ ഇരുട്ടാവുന്നതിന് മുൻപ്. അപ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് അതായിരുന്നു, നമ്മുടെ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഏരിയ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
നമ്മൾ ക്യാമ്പിങ് നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സെയിം സമയത്ത് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചു. കാരണം അവിടെ നമ്മുടെ കയ്യിൽ ഒരു കൂളറേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫുഡ് ഇറക്കി വെച്ചു, ഗ്രില്ലിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം എല്ലാവർക്കും വിശപ്പാവാൻ വേണ്ടി തുടങ്ങി. നമ്മൾ രാവിലെ ആ ഒരു ഫുഡ് കഴിച്ചുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇപ്പോഴേ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവർക്കും വിശക്കാൻ തുടങ്ങും. സോ അതുകൊണ്ട് ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഫുഡും ഗ്രില്ലും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓവറോൾ ഒരു നല്ല വൈബായിരുന്നു. കാരണം നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ആ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, എങ്ങനെ ഇരുട്ടാവുന്നതിന് മുൻപ് നമുക്കെല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം വാഷ്റൂമിൽ പോകുന്നതായിരുന്നു. വാഷ്റൂമൊക്കെ നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഓണർ ഭയങ്കര ക്ലീൻ ആക്കിയായിരുന്നു വെച്ചിരുന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമായിരുന്നു. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് കുറേ കഴിയുമ്പോഴത്തേക്കിനും എന്താണല്ലോ ഒരു അത്ര കംഫർട്ടബിൾ അല്ലാത്തൊരു രീതിയിലാകുമല്ലോ. പക്ഷെ നമ്മൾ മാക്സിമം എല്ലാവരും ക്ലീൻ ആയിട്ട് വെക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 ഫുൾ ഡേ പ്ലസ് നെക്സ്റ്റ് ഡേ രാവിലെ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാം ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി തന്നെ നോക്കിയായിരുന്നു. നമ്മൾ ടെൻ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഒരു നമ്മുടെ ഏറ്റവും വലിയ ടെൻ്റെന്ന് പറഞ്ഞാൽ ഒരു 6-7 ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയ ഒരു ടെൻ്റായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ പിന്നീടും ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ആ ഒരു വൈബ് ഓൺ ആയത്. അപ്പോൾ എല്ലാവരും നമുക്ക് ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ പയ്യെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ലേറ്റ് ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് ഫുഡൊക്കെ ഓൾമോസ്റ്റ് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. നമുക്ക് കോൺ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു, വിശക്കാൻ പാടില്ലല്ലോ. പിന്നെ ഒരുപാട് ദൂരെ പോകണം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീച്ചിൽ പോയി. ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത ആ ബീച്ചിൽ നമ്മൾ ഇറങ്ങാൻ പോയി. ഞാൻ ഇറങ്ങിയില്ല, പക്ഷേ ബാക്കി എല്ലാവരും ബീച്ചിലിറങ്ങി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടിക്കുട്ടിയൊക്കെ ബീച്ചിലിറങ്ങി. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ഒരു ടൈമായിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ബീച്ചിലിറങ്ങിയതുകൊണ്ട്. നമ്മളെല്ലാവരും തിരിച്ചു വന്നിട്ട് നമ്മൾ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ കെബാബ് എടുത്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കെബാബായിരുന്നു. കെബാബ് എടുത്തു. നമ്മൾ നാൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ ഫുഡ് ഐറ്റം കരുതിയായിരുന്നു, നമ്മൾ വിശന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇൻ കേസ് നമുക്ക് ഫുഡൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളെപ്പോഴും എക്സ്ട്രാ ഫുഡ് എവിടെ പോയാലും നമ്മൾ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ പോലും നമ്മൾ അവിടെ വന്നിട്ടാണ് നമ്മൾ സ്ക്യൂവേഴ്സായിട്ട് ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ.
നമ്മൾ ഫുഡൊക്കെ ശരിക്കും പ്രതീക്ഷിച്ചതിലും നല്ല ടേസ്റ്റി ആയിട്ടാണ് വന്നത്. നമ്മൾ ഗ്രില്ല് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബട്ടറും ഓയിലില്ലായിരുന്നു. നമ്മൾ കൂടുതലായിട്ടും ബട്ടറാണ് യൂസ് ചെയ്തത്, ഓയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തില്ല. പിന്നെ അതിൻ്റെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ലേക്കിൽ ഫിഷിങ്ങിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാമായിരുന്നു ഒരുപാട് ഫിഷൊന്നും അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തു. ശരിക്കും നമ്മൾ ഫിഷ് അത്രയൊന്നും നമ്മൾ കിട്ടിയില്ല. പിന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തില്ല ഒരുപാട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. കാരണം ഫിഷിങ് കുറേ നമ്മൾ ഇരുന്ന് ടൈം എടുത്താൽ മാത്രമേ നമുക്ക് നല്ല മീനൊക്കെ കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് ഒരു ഫിഷിനൊന്നും അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളുള്ള ഫുഡൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടെ വേറെങ്ങും പിന്നെ പോയില്ല. ബീച്ചിലൊക്കെ നേരത്തെ തന്നെ പോയി തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് നമ്മളവിടെ എല്ലാവരും സംസാരിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു വൈബിലായി. ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങി. ഇരുട്ടാവുമ്പോൾ ഏറ്റവും ഒരു ചാലഞ്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മൊസ്കിറ്റോസ് വരുന്നതായിരുന്നു. ഈ കൊതുകെല്ലാം കൂടെ കൂടാൻ വേണ്ടി തുടങ്ങി. അപ്പം നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. മാക്സിമം എങ്ങനെയെങ്കിലും ഈ കൊതുകിനെ അവോയ്ഡ് ചെയ്യണമല്ലോ. പക്ഷേ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊതുകിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, ഒന്നും ചത്തുപോകുന്നു. നമ്മൾ ഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് അടിച്ചെങ്കിൽ പോലും ഇങ്ങനെ കൊതുക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നു. നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു പാർട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്താണെങ്കിലും ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ഇരുട്ടാവാൻ നല്ല ലേറ്റ് ആവും. നമുക്കൊരു 9-9:30 വരെ എങ്കിലും വെട്ടം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയി. അപ്പം ശരിക്കും അത് ഒരു ഫുള്ളി കാട് വൈബായിരുന്നു. അവിടെ ഒരു നല്ല റോഡോ അല്ലെങ്കിൽ വഴിയോ ഒന്നും ഇല്ലായിരുന്നു. റോഡല്ല, വഴിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ മാക്സിമം പോകാമെന്ന് അത്രയും പോയി. ഞാൻ ഇതുപോലത്തെ ഈ കാടിനുള്ളിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോയിട്ടില്ല. പക്ഷേ രസമായിരുന്നു. ഇടയ്ക്ക് കുഞ്ഞു വെള്ളവും അതുപോലെ ഫുള്ളി ഒരു കാട് വൈബായിരുന്നു. നമ്മൾ മാക്സിമം പോകാവുന്നിടത്തോളം പോയി. പക്ഷേ ഒരു പകുതി ആയപ്പോഴത്തേക്കിനും അവിടെ ഫുള്ള് പിന്നെ ഭയങ്കര കംപ്ലീറ്റ് കാടായിപ്പോയി. നമുക്ക് പോകാൻ പറ്റാത്ത ഒരു വഴി. വേണമെങ്കിൽ പോകാമായിരുന്നു, പക്ഷേ അത്ര സേഫായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ പകുതി വരെ പോയി, എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. കാരണം ഒരുപാട് കൊതുകും പിന്നെ വഴിയൊന്നും നന്നായിട്ട് പ്രോപ്പറായിട്ട് വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ലൊരു സേഫായിട്ട് നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വന്നു. അന്നേരത്തേക്കും നമുക്ക് ഇരുട്ടി തുടങ്ങി. ഒരു 9-9:30 ആയപ്പോഴത്തേക്കിനും ഒരുമാതിരി സൺസെറ്റായി, ഇരുട്ട് വരാൻ തുടങ്ങി. പിന്നെ പുറത്ത് നിൽക്കുന്ന അത്ര സേഫായിട്ട് തോന്നിയില്ല. കാരണം മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ഇറങ്ങുന്നൊരു ടൈമാണല്ലോ. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. നമ്മുടെ ഡിന്നറിനുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തു. നാൻ ഉണ്ടായിരുന്നു, അതും സൈഡിൽ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഡിന്നർ ടൈം ആയതുകൊണ്ട് നമ്മളെല്ലാവരും പിന്നെ കൂടെ ഇരുന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി വീണ്ടും. മൊസ്കിറ്റോസ് കൂടിക്കൊണ്ടേ ഇരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അങ്ങ് ദൂരേന്ന് ഓരോ ജന്തുക്കളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ കൂടുതലും ഈ ഒരു ക്യാമ്പ് ഫയറിൻ്റെ വെട്ടത്തിലാണ് ഇരുന്നത്. അപ്പം എല്ലാവരും ക്യാമ്പ് ഫയറിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരുന്നു ഈ കൊതുക് കാരണം. ബട്ട് ഓവറോൾ നമുക്ക് എല്ലാവർക്കും നല്ല അത്യാവശ്യം ഉറക്കം കിട്ടി. ആ ഒരു കാടിൻ്റെ വൈബിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റി. എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ഒരു കാടിൻ്റെ നടുക്ക് ഞാനിതുവരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കൊതുകൊന്നും അങ്ങനെ വന്നൊന്നുമില്ല. ഫുള്ളി കവേർഡ് ആയതുകൊണ്ട് കൊതുകും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചൂടെടുക്കാൻ തുടങ്ങിയായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉറങ്ങാൻ നേരത്ത്. പിന്നെ നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു നിലത്ത് കിടക്കുന്ന പോലെ. ഈവൻ ദോ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പോലും അത്ര ഒരു കംഫർട്ട് നമുക്ക് കിട്ടില്ല. അതാണല്ലോ ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ്. സോ ഓവറോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ എല്ലാവർക്കും കറക്റ്റായിട്ട് എണീക്കാൻ പറ്റി. നമ്മൾ വളരെ നേരത്തെ ഒന്നും എണീറ്റില്ലെങ്കിൽ പോലും ആ ഒരു വെട്ടം അടിച്ചപ്പോൾ തന്നെ എല്ലാവരും എണീറ്റു. പിന്നെ കുറച്ച് പേർക്ക് അന്ന് രാവിലെ തന്നെ നേരത്തെ തിരിച്ചു പോകണമായിരുന്നു, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. പിന്നെ ബാക്കി നമ്മൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. രാവിലെ എല്ലാവർക്കും വിശന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു. നൂഡിൽസും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ന്യൂട്രല്ലയും ബ്രെഡും അങ്ങനെ. പിന്നെ കോഫി ഉണ്ടാക്കി നമ്മൾ. അപ്പം അതൊക്കെ രാവിലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റി. പിന്നെ കുറച്ച് സോസേജസും ബേക്കണും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
രാവിലെ നമുക്ക് ഒരു ഉച്ചയ്ക്ക് മുൻപ് ചെക്കൗട്ട് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. രാവിലെ ആണെങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും എല്ലാത്തിനും നമുക്ക് ടൈം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റീസിനൊന്നും പോയൊന്നുമില്ല. കാരണം ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് ചെക്കൗട്ട് ചെയ്യണമല്ലോ. അപ്പം ടെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം തിരിച്ച് മടക്കി വെക്കേണ്ടതുകൊണ്ട് നമ്മൾ ഒരുപാട് വേറൊരു ആക്ടിവിറ്റീസും നമ്മൾ പോയില്ല. രാവിലെ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് എല്ലാം പാക്കപ്പ് ചെയ്യാനുള്ള ഒരു ധൃതിയിലായിരുന്നു എല്ലാവരും. അപ്പം നമ്മൾ പയ്യെ എല്ലാം പാക്കപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓവറോൾ നമുക്ക് നല്ലൊരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരു 1 നൈറ്റ് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഒരു ഡ്രോബാക്ക് അല്ല, അതൊരു ക്യാമ്പിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് കൊതുകിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മൾ നേച്ചറിലാണല്ലോ ഉള്ളത്. അപ്പം മാക്സിമം നമ്മൾക്ക് മൊസ്കിറ്റോ റിപ്പല്ലൻസ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷെങ്കിൽ നമുക്കൊരു ലിമിറ്റുണ്ട്. ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷേ അതിങ്ങനെ നമ്മളിങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് ഡേ ആയിരുന്നപ്പോഴത്തേക്കിനും എൻ്റെ മുഖത്തും കാലിലും ദേഹത്തും എല്ലാം ഫുള്ളി ഭയങ്കര റാഷസും ഈ കൊതുക് അടിച്ചതിൻ്റെ എല്ലാം ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. സോ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് പോലെ ഇരിക്കും. ചിലവർക്ക് കുഴപ്പമില്ലായിരുന്നു, ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഒരു 2-3 ദിവസം എടുത്ത് ഫുള്ളി മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു ക്യാമ്പിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ക്യാമ്പിംഗ് വൈബായിരുന്നു. അപ്പം എല്ലാവർക്കും ഓവറോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ മുഖത്തെല്ലാം ഈ കൊതുകും എല്ലാം കടിച്ചതുകൊണ്ട് എനിക്കത് പ്രോപ്പറായിട്ട് ഔട്ട്ഡോർ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ നല്ലൊരു ഏരിയ ആയിരുന്നു അത്. സോ ഓവറോൾ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഫസ്റ്റ് ക്യാമ്പിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.